MC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ല്യൂടെക് സോളാർ സൊല്യൂഷൻസ്, പവർഡ് ബൈ മയിൽ ഫുഡ് സ്റ്റഫ്സ്, മൂക്കന്നൂർ, സിറ്റി ടവർ, സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ്, അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. അണയാത്ത വിപ്ലവ സൂര്യൻ, പുന്നപ്രയുടെ വീരപുത്രൻ. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രത്തിൽ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന പേരാണ് VS അച്യുതാനന്ദന്റേത്. ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ 1923 ഒക്ടോബർ 20 ശങ്കരന്റെയും അക്കമ്മയുടെയും മകനായ വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്ന VS അച്യുതാനന്ദൻ ജനിച്ചത്. അച്ഛന്റെയും അമ്മയുടെയും മരണത്തെ തുടർന്ന് 7ാം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചാണ് VS തൊഴിലാളികൾക്കിടയിൽ എത്തുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആദ്യകാല നേതാവായിരുന്ന P. കൃഷ്ണപിള്ളയാണ് VSന്റെ രാഷ്ട്രീയ ഗുരു. ആലപ്പുഴയിലെ കർഷക തൊഴിലാളികളുടെ അവകാശം സംരക്ഷിക്കുന്നതിനുള്ള പ്രക്ഷോഭങ്ങളിലും സ്വാതന്ത്ര്യ സമരത്തിന്റെയും ഭാഗമായിട്ടുള്ള നേതാവാണ് VS. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ തന്നെ നാഴികക്കല്ലായ സമരമാണ് 1946 നടന്ന പുന്നപ്ര വയലാർ പ്രക്ഷോഭം. ഇത് അദ്ദേഹത്തെ പാർട്ടിയുടെ നേതൃതലത്തിലേക്ക് എത്തുവാൻ സഹായിച്ചിട്ടുമുണ്ട്. കേരളം എന്ന സംസ്ഥാനം രൂപം കൊള്ളുന്നതിന് മുൻപ് തന്നെ VS അച്യുതാനന്ദൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിർണായക ശക്തിയായിരുന്നു. പിൽക്കാലത്ത് AKGയുടെ പിന്മുറക്കാരൻ എന്നാണ് അദ്ദേഹത്തെ വിശേഷിപ്പിച്ചിരുന്നത്. 1957 കേരളത്തിൽ ആദ്യ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ അധികാരത്തിലെത്തുമ്പോൾ പാർട്ടി സംസ്ഥാന സമിതി അംഗമായിരുന്നു VS. ആ സമിതിയിലെ 9 അംഗങ്ങളിൽ ഏറ്റവും ഒടുവിലെ വ്യക്തിയാണ് VS അച്യുതാനന്ദൻ. രാജ്യത്തിനും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അനുഗുണമായ പട്ടിണിപ്പാവങ്ങളുടെ കെട്ടുറപ്പിന് കോട്ടം തട്ടാതെ സമരമുറകളിലൂടെയും വിപ്ലവ ചിന്തകളിലൂടെയും മനുഷ്യ മനസ്സിനെ രോമാഞ്ചം കൊള്ളിച്ച വിപ്ലവ സൂര്യന്റെ വിയോഗം കേരള സംസ്ഥാനത്തിനെന്നല്ല നാം ഓരോരുത്തരുടെയും തീരാനഷ്ടം തന്നെയാണ്. ഒരു കേടായ മുട്ട എല്ലാം നശിപ്പിക്കും. കളി മുടങ്ങിയതിൽ ഇന്ത്യയ്ക്കും നിരാശ. ധവാനെതിരെ ഷാഹിദ് അഫ്രീദി. ഇന്ത്യൻ താരങ്ങളുടെ എതിർപ്പിനെ തുടർന്ന് പാകിസ്ഥാൻ ലെജൻഡ്സ് ടീമിനെതിരായ ഇന്ത്യയുടെ മത്സരം റദ്ദാക്കിയ സംഭവത്തിൽ പ്രതികരണവുമായി ഷാഹിദ് അഫ്രീദി. കായിക മേഖല രാജ്യങ്ങളെ തമ്മിൽ അടുപ്പിക്കുമെന്നും അതിൽ രാഷ്ട്രീയം കടന്നുവന്നാൽ എങ്ങനെ മുന്നോട്ടു പോകുമെന്നും പാകിസ്ഥാൻ ലെജൻഡ്സ് ക്യാപ്റ്റൻ അഫ്രീദി ചോദിച്ചു. ചർച്ചകൾ നടക്കാതെ ഒന്നിനും പരിഹാരം കാണുവാൻ സാധിക്കില്ല. അതോടെ സിജു മലയാളത്തിലെ ആക്ഷൻ ഹീറോ ആകുമെന്ന് വിചാരിച്ചു. വലിയ വിഷമമുണ്ട് വിനയൻ. 19ാം നൂറ്റാണ്ടിന്റെ വിജയത്തിന് ശേഷം അതിനൊത്ത കഥാപാത്രങ്ങൾ സിജു വിൽസനെ തേടിയെത്താത്തതിൽ വിഷമമുണ്ടെന്ന് സംവിധായകൻ വിനയൻ. ചിത്രത്തിനുണ്ടായ വലിയ വിജയത്തിന് ശേഷം സിജു മലയാളത്തിന്റെ പുതിയ ആക്ഷൻ ഹീറോയായി മാറുമെന്നാണ് താൻ വിചാരിച്ചിരുന്നതെന്നും വിനയൻ വെളിപ്പെടുത്തി. സിജു വിൽസൺ നായകനാകുന്ന പുതിയ ചിത്രം ഡോസിന്റെ ലോഞ്ച് വേദിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നേർക്കുനേർ ബോംബർ, വെട്ടിയൊഴിഞ്ഞ യാത്രാവിമാനം, US-ൽ ഒഴിവായത് വൻ ദുരന്തം. അമേരിക്കൻ വ്യോമസേനയുടെ B-52 ബോംബറുമായി കൂട്ടിയിടിക്കാതെ കഷ്ടിച്ചു രക്ഷപ്പെട്ട യാത്രാവിമാനം. B-52 ബോംബറുമായി കൂട്ടിയിടി ഒഴിവാക്കുവാൻ ഡെൽറ്റ എയർലൈൻസിന്റെ പൈലറ്റ് വിമാനം വേഗത്തിൽ ദിശ മാറ്റി പറന്നതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജൂലൈ 18 നോർത്ത് ഡക്കോട്ടയിലായിരുന്നു സംഭവം. ഈ കുടിവെള്ള പൈപ്പ് എവിടെ ഇറക്കും? ദേശീയപാത 66-ൽ കുടുങ്ങിക്കിടക്കുന്നത് 28 നാഷണൽ പെർമിറ്റ് ലോറികൾ. ആന്ധ്രാപ്രദേശിൽ നിന്നും കുടിവെള്ള പൈപ്പുകളുമായി എത്തിയ 28 നാഷണൽ പെർമിറ്റ് ലോറികൾ ലോഡ് ഇറക്കുവാൻ സ്ഥലം ലഭിക്കാതെ 4 ദിവസമായി ദേശീയപാതയിൽ. 3 മലയാളികളും തമിഴ്നാട്, കർണാടക സ്വദേശികളും അടക്കം 32 ഡ്രൈവർമാരാണ് വാടാനപ്പള്ളിക്കും എങ്ങണ്ടിയൂരിനും ഇടയിൽ ദേശീയപാത 66 നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്ന ആശാൻ റോഡ് പരിസരത്ത് കുടുങ്ങിക്കിടക്കുന്നത്. പ്രദേശത്ത് കുടിവെള്ള പദ്ധതിക്കായി എത്തിച്ച പൈപ്പുകൾ ഇറക്കുവാൻ സ്ഥലവും മരാമത്ത് വകുപ്പിന്റെ അനുമതിയും ലഭിച്ചിട്ടില്ലെന്നാണ് ജല അതോറിറ്റിയുടെ കരാറുകാരൻ മുഹമ്മദ് അലി ഡ്രൈവർമാരെ അറിയിച്ചത്. എന്നാൽ ലോഡുകൾ പുറപ്പെട്ട് മൈസൂരു പിന്നിട്ട ശേഷമാണ് വിവരം നൽകിയതെന്ന് കാഞ്ഞങ്ങാട് സ്വദേശിയായ ഡ്രൈവർ K. അഷ്റഫ് പറഞ്ഞു. അതുല്യയുടെ മരണം ഭർത്താവ് സതീഷിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. ഷാർജ റോളയിലെ ഫ്ളാറ്റിൽ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയ മലയാളി യുവതി അതുല്യയുടെ ഭർത്താവ് സതീഷ് ശങ്കറിനെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു. സതീഷിന്റെ പീഡനം മൂലമാണ് അതുല്യ ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ പരാതിപ്പെട്ടിരുന്നു. ദുബായിലെ സ്വകാര്യ കമ്പനിയിൽ സൈറ്റ് എഞ്ചിനീയറായ സതീഷിനെ പിരിച്ചുവിട്ടെന്ന് കമ്പനി അറിയിക്കുകയായിരുന്നു. സതീഷ് ഉപദ്രവിക്കുന്നതിന്റെയും അസഭ്യം പറയുന്നതിന്റെയും വീഡിയോ ദൃശ്യങ്ങൾ അതുല്യയുടെ മൊബൈലിൽ നിന്നും കണ്ടെത്തിയിരുന്നു. ഈ വീഡിയോയുടെയും കുടുംബാംഗങ്ങളുടെ പരാതിയുടെയും അടിസ്ഥാനത്തിലാണ് സതീഷിനെ പിരിച്ചുവിട്ടതെന്ന് കമ്പനി പറഞ്ഞു. DUയെ ഉപരോധിച്ച യൂത്ത് കോൺഗ്രസ്.
നിയോജകമണ്ഡലത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ കുട്ടികളുടെ ജീവന് ഭീഷണിയാകും വിധമുള്ള വൈദ്യുതി കമ്പികളും ബിൽഡിംഗുകളും ഉടൻ പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആലുവ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറെ ഉപരോധിച്ചു. ആലുവ കുട്ടമശ്ശേരി സ്കൂളിലെ പഴയ കെട്ടിടം, ആലുവ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വൈദ്യുതി ലൈൻ, കപ്രശ്ശേരി IHRD സ്കൂളിലെ ബിൽഡിംഗിന്റെ ശോചനീയാവസ്ഥ എന്നിവ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ ശ്രദ്ധയിൽപ്പെടുത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി ലിൻഡോ പി ആന്റോ പരാതി കൈമാറി. യൂത്ത് കോൺഗ്രസ് ആലുവ നിയോജക മണ്ഡലം പ്രസിഡന്റ് PH അസ്ലം, യൂത്ത് കെയർ ജില്ലാ കോർഡിനേറ്റർ MS സനു, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജിനാസ് ജബ്ബാർ, ജിതിൻ രാജ്, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം ഭാരവാഹികളായ മീനു ഗണേഷ്, മുഹസിന TA, അമീർ ഷാ, അനൂപ് അഗസ്റ്റിൻ, അൽഫിൻ രാജൻ, മുഹമ്മദ് അഫ്സൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. എത്രയും വേഗം സ്കൂളുകളിൽ ഇൻസ്പെക്ഷൻ നടത്തി ശോചനീയാവസ്ഥകൾ കണ്ടെത്തി പരിഹരിക്കുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് ആലുവ വിദ്യാഭ്യാസ ജില്ലാ ഓഫീസറായ ഷീല MN ഉറപ്പു നൽകി. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.